ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CPMൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നൈറ്റ് ഡ്രൈവ് പോകാനായിട്ടാണ്. അറിയാം, റോഡിയൊക്കെ ഇവിടെ വന്ന് നമ്മൾ നൈറ്റിലിടുന്ന ഡ്രസ്സെല്ലാം ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു വണ്ടിയാണ് ഇതിപ്പോൾ. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും കാർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പം നല്ല കാറ് കിട്ടുമെന്ന്. ഞാനിപ്പം സ്വന്തമായിട്ട് കാറ് ഇങ്ങനെ മേടിക്കാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല കാറ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഇങ്ങോട്ടൊരു എക്സ്ചേഞ്ച് ഇട്ടതാണ്. അപ്പം ഞാൻ അങ്ങ് മേടിച്ച്. അത്യാവശ്യം നല്ല കൺട്രോളെല്ലാം ഉള്ള വണ്ടിയാണ്. നേരെ അങ്ങ് പോകാം. നമ്മൾ നൈറ്റ് ഡ്രൈവിനായിട്ട് വലുതായിട്ടൊന്നും ഒരു സ്ഥലത്തോട്ട് പോകുന്നില്ല. നമ്മൾ ട്രോപ്പിക്കിലോട്ടാണ് പോകുന്നത്. വണ്ടിയെല്ലാം അടിപൊളിയായിട്ട് ഇടിച്ചിട്ടെല്ലാം ആണ് പോകുന്നത്. പിന്നെ സ്നോ ആയത് കാരണം കൺട്രോൾ കുറവാണ്. ഇനി വണ്ടി ബ്രേക്ക് പിടിച്ച ഉടനെ നിന്നോളും. മറ്റേ വണ്ടിയെല്ലാം പോലെ സ്കിഡായി പോകത്തില്ല. നമുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മളിത് പോകുന്നത്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും വണ്ടി. പിന്നെ ഗായ്സ്, ഇടിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞോളൂ, അപ്പം തന്നെ ഇടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ട്രോപ്പിക്കിൻ്റെ അവിടം വരെ ഒന്ന് എത്തിയിട്ട് കാണിച്ചു തരാം. ഗായ്സ്, നമ്മൾ ട്രോപ്പിക്കിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ അങ്ങോട്ട് കയറുവാണ് അകത്തോട്ട്. ട്രോപ്പിക്കിൻ്റെ ആ ഒരു ബ്രിഡ്ജ് കയറി പൊക്കോണ്ടിരിക്കുവാണ്. ഫുൾ ഓഫ് റോഡാണ്. നൈറ്റിലെല്ലാം ഓഫ് റോഡ് പോകണം, ഭയങ്കര രസമായിരിക്കും അത്. നല്ല സ്പീഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗായ്സ്, ഇടിക്കുന്നുണ്ട് നല്ല രീതിക്ക് വണ്ടി. നമ്മൾ ഇതിലം വഴിയെല്ലാം ടേൺ എടുത്താണ് പോകുന്നത്. പിന്നെ വണ്ടി ഒന്ന് ഗായ്സ് അടിപൊളിയായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇനി ഇത് റിപ്പയർ ചെയ്യാതെ പോകുന്ന നടക്കത്തില്ല. വേറെ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഡാമേജ് ആവും. നേരെ ഇവിടെ നിന്നൊന്ന് റിപ്പയർ ചെയ്തേക്കാം. ഓക്കെ, നേരെ ഇറക്കിയിട്ടുണ്ട്. ഇനി മാക്സിമം ഇടിക്കാതെ നമുക്ക് പോകാൻ നോക്കാം. ഇനി കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. 100 200 ആകാറാകുന്നുണ്ട്. ഓക്കെ, 100 തന്നെയാണ് പോകുന്നത്. പെട്രോൾ പമ്പിൽ കയറി ഫ്യൂവൽ അടിച്ചേക്കാം. ഇനി പോകുന്ന വഴി തീർന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. പകുതി തീർന്നിട്ടുണ്ട്. നമുക്ക് ഫുൾ ടാങ്ക് തന്നെ അടിച്ചിട്ട് പോയേക്കാം. നമ്മൾ നമ്മുടെ വണ്ടിയെല്ലാം ഫുൾ ടാങ്കാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പം 3 കാറ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 കാറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ബെൻസ്, BMW, പിന്നെ സുപ്രയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വണ്ടി വേണ്ടവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടുന്ന്. നമ്മളിനി പക്ക ഓഫ് റോഡായിരിക്കും ഫുള്ളിനി അങ്ങോട്ട്. ഓഫ് റോഡ് പോകാനായിട്ട് തന്നെ വലിയൊരു റൂട്ടാണ്. അത്യാവശ്യം നോർമലായിട്ട് പോകാനായിട്ടൊരു വഴിയുണ്ട്. ബട്ട് നമ്മൾ ആ വഴി കൂടെ എടുക്കാതെ ഓഫ് റോഡ് പോകാനായിട്ട് തന്നെ വേറൊരു വഴിയും കൂടെ ചൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നല്ലൊരു വൈബാണ് ഈ വണ്ടിയെ ഓഫ് റോഡ് പോകാനായിട്ട്. പിന്നെ ഒരു ഓഫ് റോഡ് ട്രക്ക് ആയത് കാരണം കുഴപ്പമില്ല. ട്രക്കല്ല, ഒരു നോർമൽ ലോഡെല്ലാം കയറ്റുന്നൊരു വണ്ടി കാരണം കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതേ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ ആ വഴി കൂടെയും കയറണം. ഓക്കെ, നേരെ അകത്തോട്ട് കയറുവാണ്. നമ്മളിതേ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ആ ടെമ്പിൾ കണക്കത്ത് ഇതിൻ്റെ നേരെ അകത്തോട്ട് കയറ്റാൻ വണ്ടി. നീ മണ്ടയ്ക്കോട്ട് കയറ്റാം. ഇതിലെ വഴി ഒന്നുകൂടെയും കയറി. നമുക്കിപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സൈഡിലോട്ടെല്ലാം കൂടെ ഒന്ന് കയറി നോക്കാം.
വെറുതെ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് നടക്കാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നേരെ നമ്മൾ ഇവിടെ ഇടിച്ചിട്ടുണ്ട്. അവിടെ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് എടുത്തത്. ബട്ട് അവിടെ സ്ഥലമില്ലായിരുന്നു. ഗൈസ് ഒരു ട്രഷർ ഒക്കെ എടുത്ത് നോക്കാം. 2000 ഇത് കിട്ടിയെന്നാണ് നമുക്ക് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. 2000 കോയിൻ അല്ലായിരിക്കും, പൈസ ആയിരിക്കും. നമുക്ക് നേരെ ഇതിലെ വഴി ഇറക്കാം. ഇത് നമ്മൾ പിന്നെയും ഫ്രണ്ടിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. നേരെ താഴോട്ട് ഇറക്കി ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ആ സൈഡിലോട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഈ സ്റ്റെപ്പ് വഴി ഇറക്കാം. നമുക്കിതേ വണ്ടി ഇറക്കി ഇത് ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയേക്കാം നമുക്ക് വണ്ടി. നമ്മുടെ വണ്ടി ഇതാണ്. ഇനി ഞാനൊരു ഇവിടെ കുറച്ച് നേരം കൂടെ കറങ്ങി നടന്നിട്ട് ഇപ്പം തന്നെ വെളുപ്പിനായിട്ട് രാവിലെ ആകട്ടെ. ഗായ്സ് രാവിലെ ആയിട്ടുണ്ട്. അത്യാവശ്യം മൂടൽ മഞ്ഞെല്ലാം പിടിച്ച് കിടക്കുവാണ്. മഞ്ഞാണ് ഇവിടെ മുഴുവൻ. നമ്മൾ നേരെ ഇനി വണ്ടിയിലോട്ട് കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് അഴുക്കായിട്ടുണ്ട്. ഇവിടുന്ന് കുറേ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. ബട്ട് അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ പെട്രോൾ കഴിഞ്ഞ ദിവസം അടിച്ചത് കാരണം ഉണ്ട് വണ്ടിയിൽ. ഇപ്പോൾ നമ്മൾ റീഫില്ല് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട്. ഇനി ആ ബ്രിഡ്ജ് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ് വണ്ടി ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ഇച്ചിരി പാടാണ്. കാരണം നമ്മൾ ഇങ്ങനെ വളഞ്ഞെല്ലാം കിടക്കുന്ന കാരണം ചിലപ്പോൾ ചെന്ന് വണ്ടി ഇടിക്കാനായിട്ടുള്ള ഇതുണ്ട്. കാരണം പറഞ്ഞു തീർന്നില്ല ഗൈസ്, അതിൽ മുന്നേ പോയിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഗൈസ് മാപ്പ് ലോഡാകാനുണ്ട്. മാപ്പ് ലോഡാക്. ലോഡായിട്ടുണ്ട്. നമ്മൾ ലൊക്കേഷൻ ഒന്നും ഇടാതെ വന്ന വഴി കൂടെ അത്യാവശ്യം അറിയാവുന്ന പോലെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലെ വഴിയാണെന്ന് തോന്നുന്നു വന്നത്. ഇതേ ഹൈവേ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം. വേണ്ട ഗായ്സ്, നമ്മുടെ സ്പീഡെല്ലാം അവിടെ മണ്ടയ്ക്ക് എഴുതി കാണിക്കുന്നുണ്ട്. 160 ഈ ഹൈവേയിലെ സ്പീഡ്. ബട്ട് നമ്മൾ 170 മണ്ടയിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഗൈസ് 100 പോകുന്നത്. എന്നിട്ട് ഗൈസ് ഇടിച്ച് കണ്ടപ്പോഴേ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നിയായിരുന്നു. അപ്പം തന്നെ പോയി ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതിലെ വഴിയാണെന്ന് തോന്നുന്നു. നേരെ നമുക്ക് ഇതിലെ വഴി കയറ്റാം. ഗൈസ് എവിടെയോ വഴി തെറ്റിയതുപോലെ. മാപ്പൊന്ന് എടുത്ത് നോക്കാം. ഈ വഴിയല്ല, നമുക്ക് തിരിച്ചാണെന്ന് തോന്നുന്നു പോകേണ്ടത്. അപ്പോൾ മാപ്പൊന്ന് എടുത്ത് നോക്കാം. ഡ്രൈവിലിട്ട് മാനുവലിലായിരുന്നു കിടക്കുന്നത്. യെസ് ഗൈസ്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമ്മളിനി നേരെ പോകുവാണ് അങ്ങോട്ട്. നമ്മുടെ വണ്ടിയുടെ അവസ്ഥ കണ്ടോ, മുഴുവൻ ചളുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഇപ്പം. ഗൈസ് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. എന്താണ് ഗൈസ് നമ്മുടെ അവിടുത്തെ എൻട്രൻസ് കാണിക്കാത്തത്? നമുക്ക് എന്തോ ലോഡിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ലോഡിങ്ങിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ സ്പീഡൊന്നും കുറയ്ക്കുന്നില്ല, നേരെ അങ്ങോട്ട് തന്നെ വെച്ച് വീഴുവാണ് നമ്മുടെ വീട്ടിലോട്ട്. ഗൈസ് ഇടിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഇനി നമുക്കിനി വീട്ടിൽ പോയിട്ട് റിപ്പയർ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു വീഡിയോയുടെ എൻഡിലേക്ക് നമ്മൾ എത്തിയേക്കുവാണ്. നേരെ വണ്ടി അകത്തോട്ട് കയറ്റിയിട്ടിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.